CPM-നെതിരെ രൂക്ഷ പരാമർശവുമായി പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. CPM തീവ്രവാദി പാർട്ടിയെന്ന് മമതാ ബാനർജി പറഞ്ഞു. CPM-മായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യമില്ലെന്നും ബംഗാളിലെ ജനങ്ങൾക്ക് വേണ്ടി CPM ഒന്നും ചെയ്തില്ല എന്നും വിമർശനം വരികയാണ്. അർജുൻ പീതാംബരനുണ്ട് വിവരങ്ങൾ നൽകാൻ. അർജുൻ, കടുത്ത പരാമർശങ്ങളാണല്ലോ മമതയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അടുത്തിടെ ഒക്കെ ഉണ്ടാകാത്തതിനും അപ്പുറത്തേക്ക് ഉള്ള ഒരു പ്രതികരണം, പരാമർശം, അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്ന ഒരു ഘട്ടത്തിലാണ്. ഏത് സാഹചര്യത്തിലാണ് ദീദി ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയത്? പ്രജീഷെ, നേരത്തെ തന്നെ ഇത്തരത്തിൽ പശ്ചിമ ബംഗാളിൽ ഈ ഇന്ത്യ സഖ്യത്തിൽ CPM തൃണമൂൽ സഖ്യം ഉണ്ടാകില്ല എന്നുള്ള കാര്യത്തിൽ നേരത്തെ തന്നെ ഒരു തീരുമാനമുണ്ടായിരുന്നു. മാത്രമല്ല പലതവണ ഈ പൊതുവേദികളിൽ സംബന്ധിച്ചിടത്തോളം ഈ തൃണമൂൽ കോൺഗ്രസും അതുപോലെ തന്നെ CPM-ഉം തമ്മിലുള്ള വാക്പോര് അത് പലതവണ ഉണ്ടായിട്ടുള്ളതുമാണ്. നേരത്തെ തന്നെ ഈ കഴിഞ്ഞ ആഴ്ച DYFയുടെ ഒരു വലിയ റാലി കൊൽക്കത്തയിൽ ഉണ്ടായിരുന്ന സമയത്തും തൃണമൂൽ സർക്കാരിനെതിരെയും വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ CPM ഉന്നയിച്ചിരുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ ഒരു പൊതുവേദിയിൽ, ഒരു പൊതു റാലിയിൽ വെച്ച് മമതാ ബാനർജി ഇത്തരത്തിൽ രൂക്ഷമായിട്ടുള്ള വിമർശനം CPM-നെതിരെ ഉയർത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ ഏകദേശം 18 വർഷത്തോളം കാലം പശ്ചിമ ബംഗാൾ ഭരിച്ചിരുന്ന CPM എന്ത് ആണ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്തത്? പ്രത്യേകിച്ചും ഈ വലിയ രീതിയിൽ തൊഴിലില്ലായ്മ സൃഷ്ടിക്കുന്നു എന്നുള്ളൊരു പ്രശ്നം മുന്നോട്ട് വയ്ക്കുന്നു. അതുപോലെ തന്നെ BJPക്ക് വേണ്ടി ജോലി ചെയ്യുന്നു എന്നുള്ള കാര്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ രൂക്ഷമായിട്ടുള്ള ആരോപണങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. നേരത്തെ തന്നെ CPM-ൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സീതാറാം യെച്ചൂരി വ്യക്തമാക്കിയുള്ള കാര്യമുണ്ട്. പശ്ചിമ ബംഗാളിൽ ഇന്ത്യ സഖ്യം ഉണ്ടാകും, അതായത് കോൺഗ്രസും CPM-ഉം തമ്മിലുള്ള സഖ്യം ഉണ്ടാകുമെങ്കിലും ഒരു തരത്തിലും തൃണമൂലുമായിട്ടുള്ള യാതൊരു വിട്ടുവീഴ്ചയ്ക്കോ യാതൊരു ഒരു സഖ്യത്തിനോ തയ്യാറാകില്ല എന്നുള്ള കാര്യം സീതാറാം യെച്ചൂരി നേരത്തെ തന്നെ വ്യക്തമാക്കിയ കാര്യമാണ്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇതേ കാര്യം പറഞ്ഞുകൊണ്ട്, അതായത് പശ്ചിമ ബംഗാളിൽ കോൺഗ്രസുമായിട്ടൊരു സഖ്യം ഉണ്ടായാൽ പോലും CPM-മായി ഒരു തരത്തിലും സഹകരിക്കില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ട് മമതാ ബാനർജിയും രംഗത്ത് വന്നിരിക്കുന്നത്. ഈ ഒരു കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ ഈ വരുന്ന ലോക്സഭാ വിവരങ്ങൾ നൽകിയത്. CPM തീവ്രവാദ പാർട്ടി എന്ന് കടന്നാക്രമിച്ച് മമത.